السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിലൂടെ സഹോദരിമാർക്ക് ഉപകരിക്കുന്ന വളരെ അത്യാവശ്യമായൊരു കാര്യമാണ് പറയുന്നത്. ഗർഭം അലസുന്ന സഹോദരിമാരുണ്ട്, അബോർഷനായി പോകുന്നവർ. മക്കളില്ലാതെ വിഷമിച്ചിരുന്ന് അങ്ങനെ മക്കളായി എന്ന സന്തോഷ വാർത്ത അവർക്ക് ലഭിക്കും. കുറച്ച് കഴിയുമ്പോൾ അബോർഷനായി പോകും. സ്ഥിരമായിട്ട് അബോർഷനായി പോകുന്ന, ഗർഭം അലസിപ്പോകുന്ന സഹോദരിമാരുണ്ട്. അവർക്ക് പരിഹാരം ഇന്നത്തെ ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ തുടർച്ചയായിട്ട് മക്കൾ മരിച്ചു പോകുന്നവർ, ഒരു കുട്ടി മരിച്ചു, 6 മാസം കഴിഞ്ഞ് അടുത്ത കുട്ടി മരിക്കുന്നു, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് അടുത്ത കുട്ടി മരിക്കുന്നു. ഇങ്ങനെ മക്കൾ സ്ഥിരമായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് തുടർച്ചയായിട്ട് മക്കൾ മരണപ്പെട്ടു പോകുന്നവർ, അതിനുള്ള പരിഹാരം. അവർ നെഞ്ചുവേദന മാറാൻ, നെഞ്ചുവേദന ശിഫയാകാൻ വേണ്ടി, അതുപോലെ തന്നെ ഭക്ഷണത്തിൽ കൊതി കിട്ടുക എന്ന് പറയാറുണ്ടല്ലോ. എല്ലാ നാട്ടിലും അങ്ങനെ ആയിരിക്കും പറയുക എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ നാട്ടിലേക്ക് അങ്ങനെയാണ് പറയുന്നത്. ഭക്ഷണത്തിന് കൊതി കിട്ടുക എന്ന് പറയും. ആ കൊതി കിട്ടിയാൽ എത്ര മരുന്ന് ഹോസ്പിറ്റലിൽ പോയി കഴിച്ചാലും വയറിളക്കം നിൽക്കില്ല. വയറിളക്കവും ഛർദിലും ഒന്നും കൊതി കിട്ടിയാൽ എത്ര മരുന്ന് കഴിച്ചാലും മാറൂല. അധികവും വയറിളക്കമായിരിക്കും ഉണ്ടാകുന്നത്, വയറുവേദനയും വയറിളക്കവും. ഭക്ഷണത്തിൽ കൊതി കിട്ടിയാലേ, അങ്ങനെ കൊതി കിട്ടിയാൽ കൊതിക്ക് മന്ത്രിക്കാതെ ഒരിക്കലും അത് മാറൂല. എത്ര മരുന്ന് കഴിച്ചാലും മാറൂല. എത്രയോ പേർക്ക് അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ള പരിഹാര മാർഗ്ഗങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇൻഷാ അല്ലാഹ്. അതുപോലെ പല കാര്യങ്ങൾക്കുള്ള പരിഹാര മാർഗ്ഗങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. പ്രധാനപ്പെട്ടവ ഞാൻ ആദ്യം സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ബറക്കത്ത് നൽകുമാറാകട്ടെ. എല്ലാവരും ക്ലാസ്സുകൾ പൂർണ്ണമായി കേൾക്കണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അൽഹംദുലില്ലാഹ് എന്ന് കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബലദ് നമുക്കറിയാം, 90-ാമത്തെ സൂറത്താണ് സൂറത്തുൽ ബലദ്. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, സമ്പത്തിൻ്റെ ബുദ്ധിമുട്ട് മാറാൻ, പണത്തിൻ്റെ ബുദ്ധിമുട്ട് മാറാൻ ഈ സൂറത്തുൽ ബലദ് സുബൈക്ക് ശേഷമോ അല്ലെങ്കിൽ സുബൈക്ക് മുമ്പോ, ഒന്നുകിൽ സുബൈ നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ സുബൈ നിസ്കാരത്തിന് മുമ്പ് ഇത് പതിവാക്കി വന്നാൽ അവന് സമ്പത്തിൻ്റെ ബുദ്ധിമുട്ട് വരികയില്ല, പണത്തിൻ്റെ ബുദ്ധിമുട്ട് അവന് വരികയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ നോക്കൂ, സൂറത്തുൽ ബലദ് പാരായണം ചെയ്താൽ, ഈ സൂറത്തിനെ എഴുതി നമ്മൾ ധരിച്ചാൽ, ഇത് പാരായണം ചെയ്യുന്നതല്ല, ഇത് എഴുതി ധരിച്ചാൽ, വെള്ള പേപ്പറിൽ എഴുതിയിട്ട് ശരീരത്തിൽ ധരിച്ചു കഴിഞ്ഞാൽ വിഷജന്തുക്കളുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. സൂറത്തുൽ ബലദിൻ്റെ പ്രത്യേകതയാണ് പറഞ്ഞത്. തൊട്ടടുത്ത സൂറത്ത് ഏതാണ്? സൂറത്തുൽ ബലദ് കഴിഞ്ഞാൽ 91-ാമത്തെ സൂറത്താണ് സൂറത്ത് ഷംസ്. മഹാന്മാർ പഠിപ്പിക്കുന്നു, ഈ സൂറത്ത് പെട്ടെന്ന് മക്കൾ മരിച്ചു പോകും, തുടരെ മക്കൾ മരിച്ചു പോകുന്നവർക്കും, അതുപോലെ തന്നെ ഗർഭം അലസുന്നവർക്കും, അബോർഷൻ സംഭവിക്കുന്നവർക്കുമൊക്കെ പരിഹാരമാകുന്ന സൂറത്താണ്. ഇത് ഓതിയാൽ മതി, സ്ഥിരമായിട്ട് ഓതി ദ്വാരുന്നാൽ മതി. അപ്പോൾ ഗർഭമാകുമ്പോൾ തന്നെ, പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോൾ തന്നെ, അങ്ങനെ തുടർച്ചയായിട്ട് ഗർഭം അലസിപ്പോകുന്ന സഹോദരിമാരുണ്ടെങ്കിൽ, അബോർഷൻ സംഭവിക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ, തനിയെ അബോർഷൻ സംഭവിക്കുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ട് അബോർഷൻ ആക്കുന്നതിനെ കുറിച്ചല്ല, തനിയെ ഗർഭം അലസിപ്പോവുകയാണ്, അബോർഷനായി പോവുക. അങ്ങനെ പോകുന്നവർക്കും, അതുപോലെ തന്നെ പെട്ടെന്ന് ജനിച്ച മക്കൾ എന്ത് ചെയ്യുക, തുടരെ പെട്ടെന്ന് മരണപ്പെട്ട് അടുപ്പിച്ച് മക്കൾ മരണപ്പെട്ടു പോകുന്നവർക്കും ഒക്കെ ഉപകരിക്കുന്ന സൂറത്താണ് സൂറത്ത് ഷംസ്. വീട്ടിൽ പാരായണം ചെയ്യുക, കഴിയുന്നത്ര പാരായണം ചെയ്ത് ദ്വാരക്കുക, അതിന് പരിഹാരമുണ്ടാകുന്നതാണ്. അങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിരുന്നാൽ വെള്ളത്തിലേക്ക് മന്ത്രിച്ചൂതാം, നമ്മുടെ മക്കൾക്ക് കുടിക്കാൻ കൊടുക്കാം, അതുപോലെ ഗർഭിണികളാവുന്ന സ്ത്രീകൾക്ക് കുടിക്കാം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ആ സൂറത്ത് ഷംസ് അതിന് പരിഹാരമാണ്. അതുപോലെ തന്നെ മഹാന്മാർ പഠിപ്പിക്കുന്നു, ഈ സൂറത്ത് ഷംസ് അധികമായിട്ട് ഓതിയാൽ, ധാരാളമായി പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് രക്ഷ ഉണ്ടാകുന്നതാണ്, നമുക്ക് മതിപ്പുണ്ടാകുന്നതാണ്, നമുക്ക് മതിപ്പും രക്ഷയും ഉണ്ടാകുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. തൊട്ടടുത്ത സൂറത്താണ് സൂറത്തുൽ ലൈൽ, 92-ാമത്തെ സൂറത്താണ് സൂറത്തുൽ ലൈൽ. മഹാന്മാർ പഠിപ്പിക്കുന്നു, ചിലർക്ക് എപ്പോഴും മയക്കം വരുന്നവരുണ്ട്. എത്ര ഉറങ്ങിയെന്ന് പറഞ്ഞാലും എവിടെയെങ്കിലും ചെന്നിരുന്നാൽ അപ്പോഴേ മയങ്ങി തൂകുന്നവരാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും മയക്കം വരുന്നവർ, അങ്ങനെ അവർ അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ആ മയക്കം വരുന്നവർ ഈ സൂറത്തിനെ ഓതി മന്ത്രിക്കുക,
അല്ലെങ്കിൽ ശരീരത്തിൽ എഴുതി കെട്ടുക. എന്നാൽ ആ മയക്കത്തിൽ നിന്ന് രക്ഷ കിട്ടുന്നതാണ്. അടിക്കടി എപ്പോഴും അങ്ങ് മയക്കം വരുന്നവർ, ആ മയക്കം വരുന്നവർ എന്ത് ചെയ്യുക? ഒന്നുകിൽ ഈ സൂറത്തുൽ ലൈൽ ഓതി മന്ത്രം ചൂതുക, ഓതിയിട്ട് ഇഷ്ഫി എന്ന മന്ത്രം ചൂതുക, അതല്ലെങ്കിൽ ഇത് എഴുതിയിട്ട് ശരീരത്തിൽ ധരിക്കുക. എന്നാൽ അവർക്കതിൽ നിന്ന് രക്ഷ കിട്ടുന്നതാണ്. അതുപോലെ ശരീരത്തിലുണ്ടാകുന്ന ക്രമാതീതമായ ചൂടിന് ഈ സൂറത്തുൽ ലൈൽ എഴുതിയിട്ട്, പിഞ്ഞാണം എഴുതിയിട്ട് മായച്ചു കുടിച്ചാൽ ശരീരോഷ്മാവ് കുറയുന്നതാണ്. ശരീരത്തിന് ഭയങ്കര ചൂട്, എപ്പോഴും ചൂടാണ്. നമുക്ക് ബാക്കിയുള്ളവർക്ക് നല്ല തണുപ്പുള്ളപ്പോഴും മറ്റുള്ളവർക്ക് ഭയങ്കര ചൂടാണ്. ഉഷ്ണരോഗം എന്ന് പറയാൻ, ഉഷ്ണരോഗം. ഉഷ്ണരോഗത്തിന് പരിഹാരമാണ് ഈ സൂറത്തുൽ ലൈൽ. ഉഷ്ണരോഗത്തിന് പരിഹാരമാണ്. സ്ത്രീകൾക്കൊക്കെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഉഷ്ണരോഗം. അപ്പോൾ ആ ഉഷ്ണരോഗത്തിന് പരിഹാരമാണ് എന്ത് ചെയ്യണം? ഈ സൂറത്തുൽ ലൈൽ എന്ത് ചെയ്യേണ്ടത്? പിഞ്ഞാണം എഴുതിയിട്ട് വെള്ളം കൊണ്ട് മായ്ച്ചു കുടിക്കണം. അപ്പോൾ അതിന് പരിഹാരമുണ്ടാകുന്നതാണ്. തൊട്ടടുത്ത സൂറത്താണ് 93-ാമത്തെ സൂറത്താണ് സൂറത്തുൽ ദുഹ. വീട് വിട്ടുപോയവൻ തിരിച്ചു വരാൻ ഈ സൂറത്ത് ഉപകരിക്കുന്നതാണ്. അപ്പോൾ ആ വീട് വിട്ടുപോയവർ ആരാണോ അവരെ മനസ്സിൽ കരുതി അവർ പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തണം എന്ന നിയത്തോടെ ഓതിക്കഴിഞ്ഞാൽ അവർ തിരിച്ചു വരും. സൂറത്തുൽ ദുഹ. അപ്പോൾ വീട് വിട്ടുപോയവർ, നാട് വിട്ടുപോയവർ തിരിച്ചു വരാൻ വേണ്ടി, തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്താൻ വേണ്ടി സൂറത്തുൽ ദുഹ ആ നിയത്ത് വെച്ചുകൊണ്ട് പാരായണം ചെയ്ത്, ആ നിയത്ത് വെച്ചുകൊണ്ട് ഓതി ദുആ എന്നാൽ അത് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മഹാന്മാർ പഠിപ്പിക്കുന്നു, ഒരു സാധനം എവിടെയെങ്കിലും വെച്ച് മറന്നാൽ ആ സാധനത്തിൻ്റെ പേര് പറഞ്ഞ ശേഷം ഈ സൂറത്തുൽ ദുഹ ഓതിയാൽ അത് വെച്ച സ്ഥലം അള്ളാഹു ഓർമ്മപ്പെടുത്തി തരും. ചിലർക്ക് ചില സാധനം വെച്ച് മറക്കുന്നവരുണ്ട്. സ്വർണം എവിടെയാണ് വെച്ച്, മാല എവിടെ ഊരി വെച്ചെന്ന് അറിയില്ല, സ്വർണ്ണമോതിരം എവിടെ ഊരി വെച്ചു എന്നറിയില്ല. കിടന്ന് ഇങ്ങനെ തിരയും. എവിടെയാണ് വെച്ചത് മറന്നുപോയത്, ആരും കട്ടുകൊണ്ട് പോയതല്ല, വെച്ച സ്ഥലം മറന്നുപോയി. അങ്ങനെ വെച്ച സാധനം എവിടെയെന്ന് മറന്നുപോയാൽ ആ സാധനത്തിൻ്റെ പേര് പറയുക ആദ്യം, എൻ്റെ സ്വർണ്ണമാല, അത് എവിടെയാണ് വെച്ചതെന്ന് ഓർമ്മയില്ല, മറന്നുപോയി, അതെനിക്ക് തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ ദുഹ അങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കുക. സൂറത്തുൽ ദുഹ ഓതിക്കൊണ്ട് അങ്ങനെ തിരയുക. സൂറത്തുൽ ദുഹ ഓതിക്കൊണ്ട് നമ്മൾ തിരയുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വദ്ദുഹ വല്ലൈലി ഇദാ സജാ എന്ന സൂറത്തുൽ ദുഹ അത് ഓതിക്കൊണ്ട് നമ്മൾ തിരയുമ്പോൾ പെട്ടെന്ന് തന്നെ ആ സാധനം നമുക്ക് കിട്ടും. എവിടെ വെച്ചാൽ നമുക്ക് ഓർമ്മ വരും എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത സൂറത്ത് ഏതാ? സൂറത്ത് ഷറഹ്. സൂറത്ത് ഇൻഷിറാഹ് എന്നൊക്കെ പറയും. അലം നശ്റഹ് ലക സദ്റക് എന്ന സൂറത്താണ്. ഈ സൂറത്തിനെ കുറിച്ച് മഹാന്മാർ പഠിപ്പിക്കുന്നു, ഇതിനെ ഓതി നെഞ്ചിൽ ഊതിയാൽ നെഞ്ചുവേദന മാറുന്നതാണ്. അപ്പോൾ നെഞ്ചുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ഹാർട്ട് അറ്റാക്ക് വന്നവർ, അലം നശ്റഹ് ലക സദ്റക് എന്ന സൂറത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം നശ്റഹ് ലക സദ്റക് വവളഅനാ അൻക വിസ്റക് അല്ലദീ അൻഖള ളഹ്റക് വറഫഅനാ ലക ദിക്റക് فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب എന്ന സൂറത്ത് ഓതിയിട്ട് ഇഷ്ഫി എന്ന് നെഞ്ചത്തേക്ക് മന്ത്രി ചൂതുക, നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഓതുക. എന്നിട്ട് നെഞ്ചത്തേക്ക് മന്ത്രി ചൂതിയാൽ നെഞ്ചുവേദന മാറുന്നതാണ്. അലം നശ്റഹ് സൂറത്ത് വേദനയ്ക്കൊക്കെ ഉപകരിക്കും, നെഞ്ചുവേദനയ്ക്ക് മാത്രമല്ല. ഇപ്പോൾ കൈയിൻ്റെ ഭാഗത്തൊരു വേദന ഉണ്ടെങ്കിൽ അവിടെ കൈവച്ചുകൊണ്ട് മന്ത്രിക്ക് ഈ സൂറത്ത് ഷറഹ് അലം നശ്റഹ് സൂറത്ത് ഓതുക. 7 പ്രാവശ്യമോ 11 പ്രാവശ്യമൊക്കെ ഓതിയിട്ട് ഇഷ്ഫി എന്ന് മന്ത്രി ചൂതുക. കാലിൻ്റെ വേദന കാലിൽ കൈവെക്കുക, തലയ്ക്കാണെങ്കിൽ തലയിൽ കൈവെക്കുക. അപ്പോൾ എവിടെയാണ് വേദന, ആ വേദനയുള്ള സ്ഥലത്ത് കൈവച്ചുകൊണ്ട് അലം നശ്റഹ് സൂറത്ത് ഓതിയിട്ട് മന്ത്രി ചൂതിയാൽ അവൻ്റെ ആ വേദന മാറും. നെഞ്ചുവേദനയാണെങ്കിലും ശരീരത്തിലെ ഏത് ഭാഗത്തുള്ള വേദനയാണെങ്കിലും മാറുന്നതാണ്. ഇനി നോക്കൂ, ചിലർക്ക് മൂത്രനാളത്തിൽ വേദനയുള്ളവരുണ്ട്. മൂത്രമൊഴിക്കുന്ന സ്ഥലത്ത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അങ്ങനെ മൂത്രമൊഴിക്കുമ്പോൾ വേദന, ചിലർക്ക് വേദന ഉണ്ടാകും. അത് പല കാരണങ്ങളും ഉണ്ടാകാം, ചൂട് കൊണ്ടോ മൂത്രത്തിൽ പഴുപ്പ് കൊണ്ടോ ഒക്കെ ഉണ്ടാകാം. ഏതായാലും അങ്ങനെ വേദന ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക? സ്ഥിരമായിട്ട് അങ്ങനെ വേദന ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചെറിയ മരുന്ന് കഴിച്ചാൽ അങ്ങ് മാറും. മൂത്രത്തിൽ പഴുപ്പാണെങ്കിൽ ഹോസ്പിറ്റലിൽ മാറുക. അതൊന്നും കഴിച്ചിട്ടും മാറുന്നില്ലെങ്കിൽ, മരുന്ന് കഴിച്ചിട്ടും മാറാതെ മൂത്രനാളത്തിൽ വേദനയുള്ളവരുണ്ട്, സ്ഥിരമായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സൂറത്തു ഷറഹ് അലം നശ്റഹ് ലക സദ്റക് എന്ന സൂറത്തിനെ പിഞ്ഞാണം എഴുതിയിട്ട് വെള്ളം കൊണ്ട് മായ്ച്ചു കുടിച്ചാൽ പരിപൂർണമായും അത് ശിഫയാകുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വേദനയ്ക്കൊക്കെ ഉപകരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തു ഷറഹ് അഥവാ അലം നശ്റഹ് സൂറത്ത്. ഇത് നോക്കൂ, വയറുവേദന മാറാൻ ഈ അലം നശ്റഹ് സൂറത്ത് 7 പ്രാവശ്യം ഓതിയിട്ട് വെള്ളത്തിൽ ഊതിയിട്ട് കുടിച്ചാൽ വയറുവേദന മാറുന്നതാണ്. അപ്പോൾ അലം നശ്റഹ് സൂറത്ത് എന്ത് ചെയ്യുക? 7 പ്രാവശ്യം ഓതി വെള്ളത്തിൽ മന്ത്രിച്ചൂതിയിട്ട് കുടിച്ചാൽ വയറുവേദന മാറും. അലം നശ്റഹ് ലക സദ്റക്
അങ്ങനെ 7 പ്രാവശ്യം ആ സൂറത്ത് 7 പ്രാവശ്യം ഓതുക. വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് മന്ത്രിച്ചൂതുക, കുടിക്കുക. രാവിലെ അങ്ങനെ ചെയ്യുക, ഉച്ചയ്ക്ക് ചെയ്യുക, വൈകിട്ട് അങ്ങനെ ചെയ്യുക. അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ ചെയ്തു നോക്കുക. കുറച്ച് സമയം പോരെ, എന്നാൽ ആ വയറുവേദന പൂർണ്ണമായിട്ടും മാറുന്നതാണ്. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ കൊതി കിട്ടുന്നവർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണത്തിൽ കൊതി കിട്ടുക. അങ്ങനെ കൊതി കിട്ടിയാൽ പിന്നെ വയറിളക്കമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും, മരുന്നൊന്നും കഴിച്ചാൽ മാറൂല. അപ്പോൾ എന്ത് ചെയ്യണം? ഭക്ഷണത്തിൽ കൊതി കിട്ടിക്കഴിഞ്ഞാൽ 7 കുരുമുളക് എടുക്കുക. 7 കുരുമുളകും അല്പം ഉപ്പും എടുക്കുക. ഒരു പാത്രത്തിലേക്ക് 7 കുരുമുളകും ഒരല്പം ഉപ്പും കൂടി എടുക്കുക. എടുത്തിട്ട് ഇവയിലേക്ക് 7 പ്രാവശ്യം എന്ത് ചെയ്യുക? അലം നശ്റഹ് സൂറത്ത് മന്ത്രിച്ചൂതുക. അലം നശ്റഹ് സൂറത്ത് 7 പ്രാവശ്യം മന്ത്രിച്ചൂതിയിട്ട് അത് ആ കുരുമുളക് പൊടിച്ചിട്ട്, അല്ലെങ്കിൽ അല്ലാതെ കഴിക്കാൻ പറ്റും, അല്ലാതെ കഴിക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ച ഉപ്പുമായി കുഴച്ചിട്ട് എന്ത് ചെയ്യുക? ഉപ്പുമായി പുരട്ടിയിട്ട് നമ്മളത് കഴിക്കുക. അതല്ല കൊണ്ടുപോയി ചതയ്ക്കാതെ തന്നെ നിങ്ങൾക്ക് ചവച്ചങ്ങ് തിന്നാൻ, ഉപ്പും ഈ കുരുമുളകും ചവച്ച് തിന്നാൻ പറ്റും, അങ്ങനെ തിന്നാൽ മതി. ഇങ്ങനെ അത് കഴിക്കണമെന്ന് മാത്രം. 7 കുരുമുളകും അല്പം ഉപ്പും എടുക്കുക. അതിലേക്ക് 7 പ്രാവശ്യം അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്ത് പൂർണ്ണമായി ഓതി മന്ത്രിക്കുക. എന്നിട്ടത് കഴിക്കുക. എന്നാൽ കൊതി കിട്ടിയവരുടെ കൊതി മാറുന്നത്, ആ അസുഖം മാറുന്നതാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത സൂറത്താണേത്? സൂറത്തു തീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തീനി വസ്സൈതൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ. ആ സൂറത്തു തീൻ എന്ന സൂറത്ത് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകാൻ, യാത്രാവേളയിൽ ഇതിനെ ഓതിയാൽ യാത്ര മംഗളമായിരിക്കും, അവൻ നല്ല അഭിവൃദ്ധി ഉണ്ടാകും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ സൂറത്തുകൾക്കും പല പല പ്രത്യേകതകളുണ്ട്. വളരെ ചുരുങ്ങിയ ആ പ്രത്യേകതകൾ മാത്രമാണ് നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും നമുക്ക് സ്വാലിഹായ അമലിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഞാൻ പറഞ്ഞ കൂടുതൽ സൂറത്തു ശറഹ്, അലം നശ്റഹ് സൂറത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ശരീരത്തിൻ്റെ എല്ലാ വേദനകൾക്കും ഉപകാരമാണ്. 7 പ്രാവശ്യം അല്ലെങ്കിൽ 11 പ്രാവശ്യം അല്ലെങ്കിൽ 33 പ്രാവശ്യം നമ്മൾ ഓതിയിട്ട് വേദനയുള്ള സ്ഥലത്ത് കൈവച്ചുകൊണ്ട് ഓതി മന്ത്രിക്കുക. ഒരു വെള്ളത്തിൽ മന്ത്രിച്ചൂതി കുടിക്കുക. അതുപോലെ കൊതി മാറാൻ വേണ്ടി അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. വയറുവേദന മാറാൻ വേണ്ടി 7 പ്രാവശ്യം വെള്ളത്തിൽ മന്ത്രിച്ചൂതി കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ പല വേദനകൾക്കും ഉപകരിക്കുന്ന ഒരു സൂറത്താണ് അത്. നമ്മൾ മന്ത്രിക്കാൻ മറന്നു പോകരുത്. അത് മാത്രമല്ല, അലം നശ്റഹ് സൂറത്ത് ഓർമ്മശക്തി കിട്ടാൻ ഉപകരിക്കുന്ന സൂറത്തുമാണ്. വെള്ളത്തിൽ മന്ത്രിച്ചൂതി കുടിക്കണം, മക്കൾക്ക് കുടിക്കാൻ കൊടുക്കണം. അലം നശ്റഹ് സൂറത്ത് 11 പ്രാവശ്യം ഓതിയിട്ട് മന്ത്രിച്ചൂതി വെള്ളത്തിൽ മന്ത്രിച്ചൂതി കുടിച്ചാൽ ഓർമ്മശക്തി ഉണ്ടാകും. സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാം പറഞ്ഞതും കേട്ടതുമൊക്കെ അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സന്താനങ്ങൾ, ഭാര്യമാർ, ഉസ്താദുമാർ, കൂട്ടുകാർ, അതുപോലെ എൻ്റെ നഈമി വിഷൻ എന്ന ചാനലിലെ കുടുംബങ്ങൾ, അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണം റഹ്മാനെ. എല്ലാ അപകടങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബെ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടുകൂടിയും ഈമാനോടുകൂടിയും ജീവിക്കാനും, മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ ഉസ്താദുമാർക്കും ഈ നഈമി വിഷൻ എന്ന യൂട്യൂബ് ചാനലിലെ കുടുംബങ്ങൾക്കും എല്ലാം നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. പലരും പല വിഷമങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് റഹ്മാനെ. എത്രയോ വിഷമങ്ങൾ പറഞ്ഞിട്ടാണ് പലരും വിളിക്കുന്നത്. അല്ലാഹുവേ, എല്ലാവർക്കും നീ പരിഹാരം കൊടുക്കണേ അല്ലാഹ്. വളരെ വിഷമത്തോടെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവർ വിളിക്കുന്നതാണ് പടച്ചവനെ. അല്ലാഹുവേ, അവർക്കൊക്കെ നീ പരിഹാരം നൽകണേ റഹ്മാനെ. അവർക്കൊക്കെ നീ പരിഹാരം നൽകണേ റഹ്മാനെ. അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, അവർക്കൊക്കെ നീ ഖൈറായ വീട് നൽകണേ റഹ്മാനെ. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വന്തമായി ഭവനം നൽകണേ റഹ്മാനെ. വീടും സ്ഥലവുമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ സ്ഥലം വാങ്ങി ഖൈറായ വീട് വെക്കാൻ അവർക്കെല്ലാം നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. റഹ്മാനെ, പല രോഗങ്ങൾ വന്ന് കിടപ്പിലായവരുണ്ട്, അവർക്ക് നീ പരിപൂർണമായ ശിഫാ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. എൻ്റെ ബാപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ നഈമി വിഷൻ കുടുംബങ്ങളിലെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവർക്കൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ റഹ്മാനെ. അവർക്കൊക്കെ നീ സ്വർഗം നൽകണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിൻ്റെ ഔദാര്യം കൊണ്ട് നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഒരു സഹോദരൻ, അഷ്റഫ് ഖാൻ എന്ന ഒരു സഹോദരൻ,
അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലെ തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടി ദുആരക്കാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പരിപൂർണമായും നീ എല്ലാ തടസ്സങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാ. എത്രയും പെട്ടെന്ന് ആ സഹോദരൻ്റെ ബിസിനസ് നീ വിജയിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. എല്ലാ തടസ്സങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. വലിയ വിജയം നൽകണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ആ സഹോദരൻ നല്ല മനസ്സുള്ളൊരു സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് ശരിയായി കഴിഞ്ഞാൽ ഒരുപാട് പാവങ്ങൾക്ക് ഉപകാരമുള്ള ഒരു മനുഷ്യനാണ്. ഒരുപാട് പാവങ്ങൾക്ക് ഉപകാരമുള്ള ഒരു മനുഷ്യനാണ് റഹ്മാനെ. പാവങ്ങളെ സഹായിക്കാൻ നല്ല മനസ്സുള്ള മനുഷ്യനാണ് റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ ബിസിനസ് നീ വിജയിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. എല്ലാ തടസ്സങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. എല്ലാ വിജയങ്ങളും നീ നൽകണേ റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും നല്ല മനസ്സ് കൊടുക്കണേ റഹ്മാനെ. എത്രയും പെട്ടെന്ന് പരിപൂർണമായ വിജയം നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.